ഹലോ, നമസ്തേ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പോഴും വന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കും, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റ് ബേസ് ചെയ്ത്. പക്ഷേ പറ്റത്തില്ലാന്നേ. അപ്പോൾ എന്തുണ്ട് അവിടേക്ക് വിശേഷങ്ങൾ? മഴയൊക്കെ ഉണ്ടോ? മഴയും തണുപ്പും ഒക്കെ. ഒന്നാമതേ ഇത് ഒക്ടോബർ എൻഡ്, നവംബർ ഫസ്റ്റൊക്കെ തുടങ്ങാൻ പോവുകയാണ്. നവംബർ ഡിസംബർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ല അല്ലേ? നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തുലാം മാസത്തിലെ മഴയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ മഴയായതുകൊണ്ട് ഈ മഴയിൽ നിന്നിട്ട് എനിക്ക് കിട്ടിയൊരു കാര്യമാണ്. അപ്പോൾ ഒരു ചെറിയൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ ഞാൻ ആ സബ്ജക്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ മഴയും തണുപ്പും ഒക്കെ നല്ല വിധത്തിൽ അനുഭവിച്ചത് കൊണ്ട് നമ്മൾ നോർമലി ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഈ റൂമിൽ ഈ ഫാൻ ഇടത്തില്ല, അല്ലാന്നുണ്ടെങ്കിൽ AC ഇടത്തില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ കിടന്നുറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഡോറും ജനാലയും എല്ലാം തുറന്നിടണം. ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റത്തില്ല എന്ന് പറയാൻ നേരത്തെ അങ്ങനെയൊന്നും അല്ലായിരുന്നേ. നേരത്തെ ഞാൻ കുഴപ്പമില്ലാണ്ട് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അത്ര വലിയ ഇഷ്യൂ ഒന്നുമില്ല എനിക്ക്. ഇപ്പം ജനാലയും ഡോറും ഒക്കെ പൂട്ടിയിട്ട് സുഖമായിട്ട് കിടക്കും. പക്ഷെ ഇപ്പോൾ എനിക്ക് ഭയങ്കര സഫോക്കേഷനാണ്. അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുമ്പോൾ എന്തെല്ലാം തുറന്നിടും. ഇതൊക്കെ എന്തുവാടേ. അപ്പോൾ ഈ തുറന്നിടുമ്പോൾ തണുപ്പും കയറും, കൊതുകും കയറും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് തല വഴി മൂടിച്ചു. എന്തിനാ? കൊതുകിൽ നിന്നിട്ടും തണുപ്പിൽ നിന്നിട്ടും ഒരു സംരക്ഷണത്തിന് വേണ്ടി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സഫോക്കേഷൻ അടിച്ചു. എനിക്ക് ഡോറും ജനലും ഒന്നും എനിക്ക് അടച്ചിട്ട് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. ജനാല കംപ്ലീറ്റ് തുറന്നിട്ട് ഡോറും, ഞാൻ നേരത്തെ അങ്ങനെ അല്ലായിരുന്നു, നന്നായിട്ട് അടച്ച് മൂടി ഭദ്രമായിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ പറ്റുന്നില്ല. അങ്ങനെയാണ് ഈ തണുപ്പ് കൂടിയതുകൊണ്ട്, മഴയും തണുപ്പും കൂടിയതുകൊണ്ട്, കൊതുകിൻ്റെ ചെറിയ ശല്യം കൂടെ ഉള്ളതുകൊണ്ട് തല വഴി പുതച്ച് കിടന്നു. എനിക്ക് നന്നായിട്ട് ബുദ്ധിമുട്ടി. ഞാൻ കുറച്ച് നേരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു, ഒരു 5-10 മിനിറ്റ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ട്. അപ്പം ഞാനിങ്ങനെ എണീറ്റിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. സംഭവം നടക്കുന്ന രാത്രിയാണല്ലോ. പിന്നെ രാത്രി കട്ടിലിൽ നിന്നിട്ട് എണീറ്റ ഉടനെ എനിക്ക് കിട്ടിയ വിഷയത്തെ വെച്ച് ഇങ്ങനെ എനിക്ക് ചെയ്യാൻ വയ്യ. വീഡിയോ, ഒരു ലൈറ്റ് ഇടണം, ക്യാമറ സെറ്റ് ചെയ്യണം, ക്യാമറ സ്റ്റാൻഡ് സെറ്റ് ചെയ്യണം, പിന്നെ ഒരു വൃത്തിക്ക് മെനയ്ക്കുമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോലത്തിൽ വരണം. അപ്പോൾ ഞാൻ കരുതി വേണ്ട, രാവിലെ ചെയ്യും. അപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യം ഇതാണ്. നമ്മളൊരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് തലവഴി പുതപ്പൊക്കെ ഒന്ന് മൂടിയിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ശ്വാസം മുട്ടുമല്ലേ. വല്ലാണ്ട് നമുക്കൊരു ഇറിറ്റേഷൻ തോന്നും. ചില വ്യക്തികളുണ്ട് കാലാകാലങ്ങളോളം പുതച്ച് മൂടി കിടക്കുന്നവർ. പക്ഷേ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. എന്നെ പോലെ തന്നെ ഇത് കേൾക്കുന്ന ചില ആൾക്കാർക്കും പറ്റത്തില്ലായിരിക്കും. ഇനി ഞാൻ പറയുന്ന, അല്ലെങ്കിൽ ഞാൻ ഇനി ചിന്തിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം. നമ്മളിങ്ങനെ ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ തലവഴി പുതപ്പൊക്കെ മൂടിച്ചൊന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലാണ്ട് ഇറിറ്റേഷൻ അടിക്കും. ശരി, നമുക്ക് പുതപ്പ് മാറ്റാം. നമുക്കൊരു അടച്ചിട്ട റൂമിൽ, വളരെ അടച്ചിട്ട റൂമിൽ നമ്മൾ എത്ര നേരം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ അവിടെ ഇരിക്കും? ഒരു അടച്ചിട്ട റൂമിൽ കാറ്റുമില്ല, വെളിച്ചമില്ല. അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചം ഉണ്ടെന്നിരിക്കട്ടെ, കാറ്റുമില്ല, എല്ലാം കൂടെ അടച്ചിട്ട ഒരവസ്ഥയിൽ നമ്മൾ എത്ര നേരം നമ്മൾ അതിനകത്തിരിക്കും? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? എത്ര നേരം ഇരിക്കും? എന്നെ കൊണ്ട് പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. ഇനി അതും കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ ഒരു റൂമിലാണെങ്കിലോ നമ്മൾ എത്ര നേരം ഇരിക്കും? ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷേ ഇന്ന് പല ആൾക്കാരും, ഒരുപാട് ആൾക്കാർ ഇന്ന് റൂമിലും വീടുകൾക്കകത്തും ആയിരിക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് ഒരു പുതപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ എടുത്ത് തലവഴി മൂടിയാൽ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടടിക്കും. ഇതുപോലെ നമ്മൾ ഒരു അടച്ചിട്ട റൂമിനകത്ത് മാത്രമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഈ ബുദ്ധിമുട്ടടിക്കും. ഇനി അതല്ല, ഒരു വീടിൻ്റെ ഏതെങ്കിലും ഒരു റൂമിൽ നമ്മൾ റെഗുലറായിട്ട് സ്പെൻഡ് ചെയ്താൽ നമുക്ക് അവിടെയും ബുദ്ധിമുട്ടടിക്കും.
നമ്മൾ ആ പുതപ്പിനകത്തും അല്ലാന്നുണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക് കവറിനകത്തും എങ്ങനെയാണ് നമുക്ക് ബുദ്ധിമുട്ടടിക്കുന്നത്? നമ്മൾ എടുത്തിട്ട് വിടുന്ന ശ്വാസം തന്നെ വീണ്ടും അവിടെ കിടന്ന് വീണ്ടും നമുക്ക് മൂക്കിനകത്ത് കൂടെ കയറി നമ്മൾ വല്ലാണ്ട് നമുക്കത് ആ ഒരു പ്യൂരിഫിക്കേഷൻ കിട്ടത്തില്ല. ഇതുപോലെ അടച്ചിട്ട റൂമിലും നമ്മൾ ഒരു 2 മണിക്കൂറിനപ്പുറം നമുക്ക് നിൽക്കാനായിട്ട് പറ്റത്തില്ല. കാര്യം നമ്മൾ എടുത്ത് വിടുന്ന ശ്വാസത്തിനകത്തുള്ള കാര്യം തന്നെ ആ പ്യൂരിഫിക്കേഷൻ അവിടെ നടക്കാത്തത് കൊണ്ട് നമ്മളാകെ കൂടെ നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും അസ്വസ്ഥതപ്പെടും. ഇതുപോലെ വീടിനകത്തുള്ള റൂമിലും സ്പെൻഡ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയും മനസ്സിന് ഒരു സുഖവുമില്ല, മൈൻഡ് ഓക്കെ അല്ല, മൈൻഡ് കംഫർട്ടബിൾ അല്ല, എൻ്റെ മൈൻഡിൽ നല്ലതൊന്നും വരുന്നില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. തിങ്ക് വേർ ആർ യു നൗ? നിങ്ങൾ കാലാകാലങ്ങളോളം ഒരൊറ്റ സ്പേസിലാണോ നിങ്ങൾ നിൽക്കുന്നത്? ഇത് അനുഭവിക്കുക തന്നെ ചെയ്യും. ആ ഒരു പ്ലാസ്റ്റിക് കവറിനകത്തോ ഒരു ബെഡ്ഷീറ്റിനകത്തോ അല്ലെങ്കിൽ അടച്ചിട്ട വായു സഞ്ചാരമില്ലാത്തൊരു മുറിക്കകത്തോ നിൽക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഡെയിലി നിൽക്കുന്ന ആ സ്പേസ് നിങ്ങൾക്കൊരിക്കലും കംഫർട്ടബിൾ പോയിൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ സേഫ് സോൺ ആയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് നിങ്ങളുടെ ഡേഞ്ചർ സോണാണ്. കാര്യം അവിടെ അങ്ങ് ലോക്കായി പോകുമ്പോൾ നിരന്തരം കണ്ണുകൾ കാണുന്ന കാഴ്ചകളും നിരന്തരം ഉള്ള ചുറ്റുപാടും ഒക്കെയാണ് നിങ്ങൾ വീണ്ടും 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 റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബോഡിക്കും നമ്മുടെ മൈൻഡിനും ഫ്രഷ് ആയിട്ടുള്ള കാര്യം വളരെയധികം അനിവാര്യമാണ്. ഫ്രഷ് ആയിട്ടുള്ള കാര്യം ബോഡിയും മൈൻഡും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. റെഗുലറായിട്ട് നമുക്ക് ഒരു കാര്യം നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ ഫുഡ്, നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ ചില വ്യക്തികൾ പറയും ബിരിയാണി, ചില വ്യക്തികൾ പറയും ചോറും മീൻ കറിയും, ചില വ്യക്തികൾ പറയും കപ്പയും മീൻ കറിയും. ഇത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും റെഗുലറായിട്ട് നിങ്ങൾക്ക് കാലാകാലങ്ങളോളം കഴിക്കാൻ പറ്റുമോ? മടുപ്പ് തോന്നത്തില്ലേ? ഇതുപോലെ തന്നെ നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ഫിസിക്കൽ ബോഡിയും നമ്മുടെ മൈൻഡും പുതിയ അറ്റ്മോസ്ഫിയറിനെ സീക്ക് ചെയ്യുന്നുണ്ട്. അത് കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ടയേർഡാകുകയും ചെയ്യും, നമ്മുടെ ഫിസിക്കൽ ബോഡി റിജക്ഷൻ അടിച്ചു തുടങ്ങുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഓർമ്മക്കുറവ് വരും. ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം എടുക്കാൻ വേണ്ടിയിട്ട് ചിന്തിച്ചിട്ട് ഒരു 10 സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ കാര്യം മറക്കും. നമ്മൾ അറിയാണ്ട് പാനിക്കാകും. ചില അനാവശ്യ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിനകത്ത് കയറി വരും. നമ്മുടെ പഴയകാല ചിന്തകൾ, നമ്മളെ വേദനിപ്പിച്ച കാര്യങ്ങളൊക്കെയും റിപ്പീറ്റ് അടിച്ച് കയറി വരും. കാര്യം നമ്മൾ ഒറ്റ സോണിനകത്ത് നിൽക്കുവാണ്. ഒറ്റ കാഴ്ചകളോ ഒറ്റ കേൾവികളോ ഒരേ പ്രവൃത്തിയേ ഉള്ളൂ, ഒരേ കട്ടിലാണ്, അല്ലെങ്കിൽ ഒരേ അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ പുറത്തിറങ്ങുന്നില്ല, നമ്മൾ പുതിയത് നമ്മുടെ മൈൻഡിന് കൊടുക്കുന്നില്ല, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് നമ്മൾ പുതിയത് കൊടുക്കുന്നില്ല. നമ്മുടെ ബോഡി നമ്മൾ വെച്ചിരിക്കുന്നത് ഓൾറെഡി എത്രയോ നാളുകൾ കൊണ്ട് നമ്മൾ വെച്ചിരിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെയാണ് നമ്മുടെ ഫിസിക്കൽ ബോഡിയും നമ്മുടെ മൈൻഡും നമ്മൾ വെച്ചിരിക്കുന്നത്. പക്ഷേ പറയുന്നത് എന്താ? മെൻ്റലി ഐ ആം നോട്ട് ഓക്കെ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം. ഇനി നമ്മളൊരു ഷോക്കേഴ്സിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പാത്രമോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഗിഫ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വെക്കുമല്ലോ. കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ അതിനൊന്ന് എടുത്ത് നോക്കണം. അതിനകത്ത് പൊടി പിടിച്ച് പൊടിയൊക്കെ പറ്റി പിടിച്ചിരിക്കത്തില്ലേ? പൊടിയും മാറാലയൊക്കെ പറ്റി പിടിച്ചിരിക്കത്തില്ലേ? ഇതുപോലെ അറിയാതെ നമ്മളും മാറാല പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു റൂമിനകത്ത് മാത്രമായിട്ടായിരിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വീടിനകത്ത് മാത്രമോ ആയിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മാറാല പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഷോക്കേഴ്സിലൊക്കെ വെച്ചിരിക്കുന്ന കാര്യങ്ങളിലും അടുക്കി വെച്ചിരിക്കുന്ന ബുക്കുകളിലും ഒക്കെ മാറാല പിടിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. അതുപോലെയുള്ള മാറാല അല്ല നമ്മളെ ദേഹത്തും മൈൻഡിലും പിടിക്കുന്നത്. നമ്മൾ പോലും അറിയാണ്ട് ക്ഷീണം എന്ന് പറയുന്ന മാറാല, ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്ന മാറാല, മറവി എന്ന് പറയുന്ന മാറാല, അതുപോലെ പലതരത്തിലുള്ള ഡിപ്രഷൻ. ഇപ്പോഴൊക്കെ നമ്മൾ പറയുവാണെങ്കിൽ സ്ട്രെസ്സും ഡിപ്രഷനും ഉറക്കമില്ലായ്മയും ക്ഷീണവും ഒക്കെ നമ്മളിങ്ങനെ പിന്തുടർന്ന് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഒരു 10 മിനിറ്റ് പുതപ്പിനടിയിൽ കിടന്നപ്പോൾ കിട്ടിയൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എനിക്കിത് നിങ്ങളോടൊന്ന് പറയണം തോന്നി. ആരെങ്കിലും വീടിനകത്ത് മാത്രമായിട്ട് അല്ലെങ്കിൽ റൂമിനകത്ത് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടിയിരുന്നിട്ട് എനിക്ക് തലവേദനിക്കുന്നു അതാണ് ഇതാണെന്ന് പറയുന്ന നേരം കൊണ്ട് ബ്രേക്ക് യുവർ ബാരിയർ ആൻഡ് ഗോ ഔട്ട്സൈഡ്, എക്സ്പ്ലോർ ചെയ്യും. തൊട്ടടുത്തുള്ള 1 കിലോമീറ്റർ സ്ഥലമായിരിക്കും, ജസ്റ്റ് ഒന്ന് നടന്നു പോകും. അല്ലെന്നുണ്ടെങ്കിൽ പോയി ചെന്ന് ആരെങ്കിലുമായിട്ടൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്യും.
അല്ലാന്നുണ്ടെങ്കിൽ ഒരു യാത്ര പോകും, അല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി ഏതെങ്കിലും വ്യത്യസ്തമാകുന്ന തൊട്ടടുത്ത് തന്നെയുള്ള ക്ഷേത്രങ്ങളോ പള്ളികളോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി ചെന്നിരിക്കുക. ഒരു സൈലൻസും പഞ്ചേന്ദ്രിയങ്ങൾക്കൊരു ആശ്വാസവും കിട്ടുമല്ലോ. സോ ഒറ്റ സോണിനകത്ത് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടരുത്. ഒറ്റ സോണിനകത്ത് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടിയാൽ നമുക്ക് കിട്ടുന്ന പണി അത് വലുതാണ്. അത് മനസ്സിലാക്കാൻ തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് സാധിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള വ്യക്തികൾ പുറത്തിറങ്ങുകയും അവർ പല വ്യക്തികളെ കാണുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അവർക്ക് ഒരു പക്ഷേ നമ്മുടെ മൈൻഡിൻ്റെ വിഷയം അറിയണമെന്നില്ല, മനസ്സിലാകണമെന്നില്ല. കാര്യം അവരവസ്ഥയിലല്ലല്ലോ. അതുകൊണ്ട് കൂടെ നിൽക്കുന്ന അവരെയും നമ്മൾ ബ്ലെയിം ചെയ്യാനായിട്ട് നിൽക്കരുത്. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത് എന്തിൻ്റെങ്കിലുമൊക്കെ അകത്ത് കിടന്നിട്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അടുത്ത വീഡിയോയിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് വരാം. ബൈ.